സ്നേഹമുള്ളവരെ, ഇത് ഞങ്ങളുടെ പച്ചക്കറിത്തോട്ടത്തിൻ്റെ വീഡിയോയാണിത്. ഇത് ഞങ്ങളിട്ടിരിക്കുന്ന പാവലാണ്. ജൈവ കൃഷിയാണ്. ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ച് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളാണ്. പാവയ്ക്ക വളരെ കുറേ ഉണ്ടായി കിടപ്പുണ്ട്. പിന്നെ ഈ ഉണ്ടായി കിടക്കുന്ന കുക്കുംബറാണ്. കുക്കുംബറും കുറേ ഉണ്ടായിട്ടുണ്ട്. കുക്കുംബർ കുറച്ച് സ്ഥലത്തേ ഇട്ടിട്ടുള്ളൂ. എല്ലാം വളരെ കുറച്ച് സ്ഥലങ്ങളിലാണ് ഇട്ടിരിക്കുന്നത്. കുക്കുംബറാണ് ഈ കിടക്കുന്നത്. ഇതൊക്കെ കുക്കുംബറാണ് ഈ ഉണ്ടായി കിടക്കുന്നത്. പിന്നെ പടവലവും ഉണ്ട്. പക്ഷേ പടവലം അത്രയും കാര്യമായിട്ട് നന്നായി വന്നില്ല. നമ്മൾ പ്രതീക്ഷിച്ചത്രയും നന്നായിട്ട് വന്നില്ല. വരുമായിരിക്കുമെന്ന് തോന്നുന്നു. ഇത് ഒരു പ്രത്യേക പടവലങ്ങയാണ്, കുട്ടിപ്പടവലങ്ങ എന്ന് പറയും. അതാണ്. പിന്നെ ഈ കാണുന്നത് വെണ്ടയാണ്. വെണ്ട അത് അങ്ങ് അറ്റം വരെ പോകണം. കുറേ സ്ഥലത്തുണ്ട്. അതിനകത്തൂടെ കയറിപ്പോകണം. പിന്നെ ഇത് താഴെ ഇട്ടിരിക്കുന്നത് വെള്ളരിക്കയാണ്. ഇതുകൊണ്ട് വെള്ളരിക്ക ഉണ്ടായിട്ടുണ്ട്. പുല്ലുള്ളത് കൊണ്ട് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റുമായിരിക്കുമല്ലോ വെള്ളരിക്ക ഉണ്ടായി കിടക്കുന്നത്. കുറേ സ്ഥലത്ത് വെള്ളരിക്ക ഉണ്ടായി കിടപ്പുണ്ട്. എടുത്തില്ല. വെള്ളരിക്ക ഇതുവരെ ഞങ്ങൾ എടുത്തില്ല. നാളെ എടുക്കണമെന്ന് വിചാരിക്കുന്നു. കുറച്ച് മൂത്തത് കിടപ്പുണ്ട്. അപ്പോൾ നാളെ എടുക്കണമെന്ന് വിചാരിക്കുന്നു. ഇത് വെണ്ട തോട്ടമാണ്. വെണ്ട കുറേ സ്ഥലത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇല എൻ്റെ ഹസ്ബൻഡ് അതിൻ്റെ ഇലയെല്ലാം കോതി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇല നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കായ എടുക്കാനായിട്ട് രാവിലെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് മഴയൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എടുക്കാനായിട്ട്. അതുമല്ല, ഈ വെണ്ടയുടെ ഇലയ്ക്കൊരു അര ഉള്ളതുകൊണ്ട് നമ്മുടെ മുഖത്തോ ഒക്കെ കൊള്ളുകയാണെങ്കിൽ നമുക്ക് മുറിയാൻ ഇച്ചിരി സാധ്യതയുണ്ട്. മുറിയുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പോറൽ പോലെ വരാനൊക്കെ ഇച്ചിരി സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് എടുക്കാനുള്ള സൗകര്യത്തിന് സൈഡിലെ ഇലകൾ ഇങ്ങനെ കോതി കളഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇത് ഒരു ചുവട് മാത്രം മത്തനിട്ട് ഞങ്ങൾ അതിൽ ചെറിയ 1-2 കായ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇത് വലിയ കാര്യമായിട്ടായി വന്നില്ല. അതാ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അത് നമ്മളുടെ ഈ വിത്തിൻ്റെ കൂടി എവിടെയോ ഒരു വിത്ത് മാറി വന്നതാണ്. പിന്നെ ഇത് പച്ചമുളകാണ്. ഇതിനകത്ത് ഉണ്ടായില്ല. പച്ചമുളക് ഉണ്ടാകാൻ തുടങ്ങുന്നതേ ഉള്ളൂ. പൂവൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഇത് വഴുതനയാണ്. വഴുതനയും പൂ കുത്തിയിട്ടേ ഉള്ളൂ. വഴുതനങ്ങ ഉണ്ടാകാൻ തുടങ്ങിയിട്ടില്ല. ഇടയ്ക്ക് കായ ഉണ്ടായിട്ടുണ്ട്. 1-2 എണ്ണത്തിന് കായ ഉണ്ടായി കിടപ്പുണ്ട്. ഇത് കണ്ടോ. പിന്നെ ബാക്കിയൊക്കെ പൂവാണ്. 1-2 വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി ആയില്ല. ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ ഇത് വന്നിട്ട് തക്കാളിയാണ്. തക്കാളിക്കയും ഉണ്ടായിട്ടുണ്ട്. ചെറിയ തക്കാളിക്കകൾ ഉണ്ടായിട്ടുണ്ട്. അത് ആയി വരുന്നതേ ഉള്ളൂ. തക്കാളിക്ക ഇത് കണ്ടോ. തക്കാളിക്കായും ഉണ്ട്. കുറച്ചായി വരുന്നതേ ഉള്ളൂ. പറിക്കാറൊന്നും ആയില്ല. പിന്നെ കോവലാണ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കോവലിട്ടപ്പോൾ നമുക്ക് നന്നായിട്ട് കോവയ്ക്ക ഉണ്ടായതായിരുന്നു. പക്ഷേ ഈ വർഷത്തെ കോവലിനെന്തോ ഒരു മുരടിപ്പ് പോലെ എന്തോ ഇത് വന്നതുകൊണ്ട് കോവയ്ക്ക അത്ര കാര്യമായിട്ടായില്ല. കോവയ്ക്ക ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ വന്നിട്ട് പയറാണ്. പയർ നമ്മൾ നല്ല വിപുലമായിട്ട് തന്നെ എപ്പോഴും ചെയ്യുന്ന ഒരു കൃഷിയാണ്. നമുക്ക് നന്നായിട്ട് പയറുണ്ടാകാറുണ്ട്. നന്നായിട്ട് കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ നമ്മൾ പയറിനെ പരിപാലിച്ചു കൊണ്ടുപോകുന്നു. അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായിട്ടുമുണ്ട്.
ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള അധ്വാനം എൻ്റെ ഹസ്ബൻഡിൻ്റേതാണ്. പുള്ളിയുടെ രാവിലെയും വൈകിട്ടുമുള്ള അധ്വാനത്തിൻ്റെ ഒരു ഭാഗമാണിത്. പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള പച്ചക്കറികൾ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ്. കടയിൽ നിന്ന് ഞങ്ങൾ ഒന്നും തന്നെ വാങ്ങുന്നില്ല എന്ന് വേണേൽ പറയാം. പച്ചക്കറികൾ അത്യാവശ്യമുള്ളതൊക്കെ നമുക്കുണ്ട്. എല്ലാവരും കാണുക. ഓക്കെ.